ന്യൂ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡിലും ഡെവലപ്മെന്റൽ എക്കണോമിക്സിലും വരുന്ന തിയറിയാണ് ഇമ്മാനുവൽസ് തിയറി ഓഫ് അൺഈക്വൽ എക്സ്ചേഞ്ച്. ഇമ്മാനുവൽ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു, അൺഈക്വൽ എക്സ്ചേഞ്ച് സ്റ്റഡി ഇൻ ദി ഇംപീരിയലിസം ഓഫ് ട്രേഡ്. ഇവിടെ രണ്ട് തരത്തിലുള്ള കൺട്രീസ് ആണുള്ളത്. സെന്റർ എന്നറിയപ്പെടുന്ന ഡെവലപ്ഡ് കൺട്രീസും പെരിഫറി എന്നറിയപ്പെടുന്ന ലെസ് ഡെവലപ്ഡ് കൺട്രീസുമാണ് ഉള്ളത്. ഇവ തമ്മിൽ ഇന്റർനാഷണൽ ട്രേഡിൽ ഏർപ്പെടുമ്പോൾ ഒരു അൺഈക്വൽ എക്സ്ചേഞ്ച് നടക്കുകയും ഡെവലപ്ഡ് കൺട്രീസ് ലെസ് ഡെവലപ്ഡ് കൺട്രീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ തിയറി അനുസരിച്ച് ഇന്റർനാഷണൽ പ്രൈസസും പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന ടെക്നോളജിക്കൽ ചേഞ്ചസും ഡിറ്റർമൈൻ ചെയ്യുന്നത് മാർക്സിയൻ തിയറി ആയിട്ടുള്ള പ്രൈസ് ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കും. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഡെവലപ്ഡ് കൺട്രീസിലും ലെസ് ഡെവലപ്ഡ് കൺട്രീസിലും ഉണ്ടാകുന്ന ഈ അൺഈക്വൽ എക്സ്ചേഞ്ചിന് കാരണം ടെക്നിക് ഓഫ് പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന ഡിഫറൻസും അതേപോലെ തന്നെ ഡിഫറൻറ്റ് വേജ് റേറ്റുമാണ്. ഇത്തരത്തിലുള്ള ഈ അൺഈക്വൽ എക്സ്ചേഞ്ച് ലെസ് ഡെവലപ്ഡ് കൺട്രീസിന് ഒരു ലോസും ഡെവലപ്ഡ് കൺട്രീസിന് ഒരു ഗെയിനിലേക്ക് നയിക്കുന്നു. അസംഷൻസ് ഓഫ് ദിസ് തിയറി: രണ്ട് കൺട്രീസ് ആണുള്ളത്. എ എന്ന് പറയുന്നത് സെന്റർ ആണ്, അതായത് ഡെവലപ്ഡ് കൺട്രീസ്. ബി എന്ന് പറയുന്നത് ലെസ് ഡെവലപ്ഡ് കൺട്രീസ് ആയിരിക്കും, അതായത് പെരിഫറി. രണ്ട് ഗുഡ്സ് ആണുള്ളത്, എക്സ് ആൻഡ് വൈ. ദെയർ ആർ അൺചേഞ്ച്ഡ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് മൊബൈൽ ആയിരിക്കും ഇന്റർനാഷണലി. ലേബർ ഈസ് നോട്ട് മൊബൈൽ ഇൻ ടു കൺട്രീസ്. പ്രൈസ് ഹയർ ആയിരിക്കും ഡെവലപ്ഡ് കൺട്രീസിൽ. ലെസ് ഡെവലപ്ഡ് കൺട്രീസിൽ പ്രൈസ് ലോവർ ആയിരിക്കും. പ്രോഫിറ്റ് റേറ്റ് രണ്ട് കൺട്രിയിലും ഈക്വൽ ആയിരിക്കും. വേജ് റേറ്റ് ഡെവലപ്ഡ് കൺട്രീസിൽ കൂടുതലായിരിക്കും, ലെസ് ഡെവലപ്ഡ് കൺട്രീസിൽ കുറവായിരിക്കും. വേജസ് ഗീവൻ ഇൻഡിപെൻഡന്റ് ഓഫ് പ്രൈസ്. ഗുഡ്സ് ആർ ഫ്രീലി ട്രേഡഡ്. ട്രാൻസ്പോർട്ട് കോസ്റ്റ്സ് ആർ സീറോ. ഈച്ച് കൺട്രി ഈസ് സ്പെഷ്യലൈസ്ഡ് പർട്ടിക്കുലർ കമ്മോഡിറ്റി. ഡെവലപ്ഡ് കൺട്രീസ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ടെക്നോളജിക്കൽ ചേഞ്ചസിലെ അഡ്വാൻറ്റേജസ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അറ്റൻഡ് ചെയ്യാനും കഴിയുന്നു. എന്നാൽ ലെസ് ഡെവലപ്ഡ് കൺട്രീസസ് കുറച്ച് അണ്ടർ ഡെവലപ്ഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈ അഡ്വാൻറ്റേജസ് കണ്ടെത്താൻ കഴിയാതെ വരികയും ഫെയിൽ ആകുകയും ചെയ്യുന്നു. ഡെവലപ്ഡ് കൺട്രീസസ് ലേബർ സേവിംഗ് ടെക്നോളജിയിലൂടെ ഓർഗാനിക് കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഒരു അൺഈക്വൽ എക്സ്ചേഞ്ച് ഉണ്ടാകുന്നത്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള അൺഈക്വൽ എക്സ്ചേഞ്ചിന് കാരണം സെന്ററിലും പെരിഫറിയിലുമുള്ള ഡിഫറൻറ്റ് വേജ് റേറ്റ്സ് ആണ്. ഒരു ന്യൂമറിക്കൽ എക്സാമ്പിൾ നോക്കാം. രണ്ട് കൺട്രീസ് ആണുള്ളത്, എ ആൻഡ് ബി. കൺട്രി എ പ്രൊഡ്യൂസിംഗ് ഗുഡ് എക്സ്, കൺട്രി ബി പ്രൊഡ്യൂസിംഗ് ഗുഡ് വൈ. സപ്പോസ് കൺട്രി എ ഒരു ഡെവലപ്ഡ് കൺട്രിയാണ്, അവിടുത്തെ വേജ് റേറ്റ് എന്ന് പറയുന്നത് ഡബിൾ ആയിരിക്കും, അതായത് 4 ആയിട്ട് എടുക്കുകയാണ്. കൺട്രി ബി എന്ന് പറയുന്നത് ഒരു ലെസ് ഡെവലപ്ഡ് കൺട്രിയാണ്, അവിടുത്തെ വേജ് റേറ്റ് എന്ന് പറയുന്നത് 2 ആണ്. പ്രോഫിറ്റ് സെയിം ആയിരിക്കും. പ്രൈസസ് ഓഫ് 2 കൺട്രീസസ് ആർ ബേസ്ഡ് ഓൺ ദി പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് യൂണിറ്റ് ആർ ലേബർ കോസ്റ്റസ്. കൺട്രി എയുടെ പ്രൈസ് ഇക്വേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി എ എസ് ഇസ് ഈക്വൽ ടു 1+R ഇൻറ്റു അവിടുത്തെ വേജ് റേറ്റ് 4 ആണ്, അതുകൊണ്ട് 4 ഇൻറ്റു പി എക്സ് പ്ലസ് 4 ഇൻറ്റു പി വൈ. അതുപോലെ തന്നെ പി ബിയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി ബി വൈ ഇസ് ഈക്വൽ ടു 1+R ഇൻറ്റു 2 ഇൻറ്റു പി എക്സ് പ്ലസ് 2 ഇൻറ്റു പി വൈ. ഫൈനൽ ഇക്വേഷൻ ആയിട്ടുള്ള റിലേറ്റീവ് പ്രൈസസ് എന്ന് പറയുന്നത് പി എ എക്സ് ഇസ് ഈക്വൽ ടു 2 പി ബി ഐ ആണ്. ഇത് വന്നത് പി എ എക്സിനെ പി ബി വൈനെ സമത്തിൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം, അന്നേരം ഡിവൈഡഡ് ബൈ ആകും. അന്നേരം എന്ത് വരും? 4 ഇൻറ്റു പി എക്സ് പ്ലസ് പി വൈ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു പി എക്സ് പ്ലസ് പി വൈ വരും. ദെൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയാണ്, അന്നേരം എന്ത് വരും? പി എ എക്സ് ഇൻറ്റു 2 എന്ന് വരും. 2 പി എ എക്സ് ഇസ് ഈക്വൽ ടു പി ബി വൈ ഇൻറ്റു 4 2 പി ബി വൈ. ഡിവൈഡ് ചെയ്യുമ്പം പി എ എക്സ് ഇസ് ഈക്വൽ ടു 2 പി ബി വൈ.